HSAയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫൈലം പ്രോട്ടോസോയെ കുറിച്ചാണ്. പ്രോട്ടോസോകളിൽ ഒരു വിഭാഗം മനുഷ്യന് ഉപകാരപ്രദമായതും മറ്റൊരു വിഭാഗം ഉപദ്രവകാരികളുമാണ്. മലിനജലത്തിൽ ജീവിക്കുന്ന പ്രോട്ടോസോകളുടെ ആഹാരം ജലത്തിലെ ജൈവ വസ്തുക്കളാണ്. മലിന ജലത്തിൽ ജീവിക്കുന്ന പ്രോട്ടോസോകളുടെ ആഹാരം ജലത്തിലെ ജൈവ വസ്തുക്കളാണ്. ഇത് സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ്. കാൽസ്യം കാർബണേറ്റുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന പ്രോട്ടോസോവയാണ് കാമറൈന. കാമറൈന എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന പ്രോട്ടോസോവയാണ്. ചിതലുകളുടെ അന്നനാളത്തിൽ ജീവിച്ച് സെല്ലുലോസ് ദഹനത്തിന് സഹായിക്കുന്ന പ്രോട്ടോസോവയാണ് ട്രൈക്കോനിംഫിയം കോളോനിംഫിയം. അപ്പോൾ ചിതലുകളുടെ അന്നനാളത്തിൽ ജീവിച്ചിട്ട് സെല്ലുലോസ് ദഹനത്തിന് സഹായിക്കുന്ന പ്രോട്ടോസോവയാണ് ട്രൈക്കോനിംഫിയും കോളോനിംഫിയും. ശുദ്ധജലത്തിന് മത്സ്യ എണ്ണയുടെ ഗന്ധം പരത്തുന്ന പ്രോട്ടോസോവയാണ് യൂറോഗ്ലിനോപ്സിസ്. അപ്പോൾ ശുദ്ധജലത്തിന് മത്സ്യ എണ്ണയുടെ ഗന്ധം പരത്തുന്ന പ്രോട്ടോസോവ ഏതാണെന്ന് വെച്ചാൽ അത് യൂറോഗ്ലിനോപ്സിസ് ആണ്. അല്ലേ പ്രോട്ടോസോവയിൽ നമ്മൾക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എൻഡമീബ ഹിസ്റ്റോളിക്കയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മനുഷ്യന്റെ വൻകുടലിൽ ജീവിക്കുന്ന പരാത പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അപ്പോൾ മനുഷ്യന്റെ വൻകുടലിൽ ജീവിക്കുന്ന ഒരു പാരസിറ്റിക് പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. അവയവ രീതി എന്ന് പറഞ്ഞാൽ എന്താ? അനേറോബിക് റെസ്പിറേഷൻ. ആ രീതിയിൽ ജീവിക്കുന്ന പരാത സൂക്ഷ്മാണുവാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക മനുഷ്യരിലുണ്ടാക്കുന്ന രോഗത്തിന് അമീബിയാസിസ് എന്ന് പറയുന്നു. ഒരു മോണോജെനറ്റിക് പരാതമാണ് എൻഡമീബ. ഒരു മോണോജെനറ്റിക് പരാതം. അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത് ഒരേ ഒരു ആതിഥേയ ജീവിയിലൂടെയാണ്. അതിനെയാണ് മോണോജെനറ്റിക് പരാതം എന്ന് പറയുന്നത്. കുടലിനുള്ളിലെ ശ്ലേഷ്മസ്തരമാണ് എൻഡമീബയുടെ പ്രധാന ഭക്ഷണം. കുടലിനുള്ളിലെ ശ്ലേഷ്മസ്തരമാണ് എൻഡമീബയുടെ പ്രധാന ഭക്ഷണം. അമീബിയാസിസ് ബാധിച്ച രോഗിയുടെ വിസർജ്യത്തിൽ രക്തവും ശ്ലേഷ്മവും കാണപ്പെടുന്നു. അമീബിയാസിസ് ബാധിച്ച രോഗിയുടെ വിസർജ്യത്തിലെ രക്തവും ശ്ലേഷ്മവും കാണപ്പെടുന്നു. ഈ സൂക്ഷ്മാണുവിൻ്റെ സിസ്റ്റുകൾ തന്നെ മുട്ടകൾ ആതിഥേയ ജീവിയുടെ ശരീരത്തിന് വെളിയിലുള്ള ജലത്തിലോ മണ്ണിലോ ആഹാരത്തിലോ അതിജീവിക്കുന്നു. പ്രത്യേകിച്ചും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലെ അതിജീവിക്കുന്നു. ഒരാൾ എൻഡമീബ അടങ്ങിയ മലവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട വസ്തു ഭക്ഷിക്കുമ്പോൾ ആണിത് ബാധിക്കുന്നത്. അപ്പം ആ രോഗാണു ഭക്ഷണം ഭക്ഷിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് വരും. പിന്നെ അവിടെ വൻകുടലിൽ താമസിച്ച് അമീബിയാസിസ് വരുത്തുന്നു. ആതിഥേയ ജീവിയുടെ ശരീരത്തിന് വെളിയിൽ ഈ സൂക്ഷ്മാണുവിന് ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കാനാവൂ. അപ്പോൾ ആതിഥേയ ജീവിയുടെ ശരീരത്തിന് വെളിയിൽ കുറച്ച് മാസങ്ങൾ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. സിസ്റ്റുകൾ ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിൽ ചെന്നാലുടനെ അതിൻ്റെ സിസ്റ്റിൽ നിന്നും ട്രോഫോസോയിഡ്സ് പുറത്തു വരുന്നു. അപ്പോൾ ഈ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട. ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിൽ ചെന്നാലുടൻ അതിൻ്റെ ഉള്ളിൽ നിന്നും ട്രോഫോസോയിഡ്സ് പുറത്തു വരുന്നു. ഇത് രോഗിയുടെ ദഹന വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വൻകുടലിലേക്ക് കടക്കുന്നു. വയറുകടിനെ അമീബിക് ഡിസെൻട്രി കരൾ രോഗത്തിനും കാരണമാകാം. അപ്പോൾ വയറുകടിക്കും കരൾ രോഗത്തിനും ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക വയറിനുള്ളിൽ ചെല്ലുന്നത് കാരണമാണ്. ശക്തിയായ വയറുകടി, രക്തം കലർന്ന വയറിളക്കം, ഭാരം കുറയുക, തളർച്ച, വയറുവേദന എന്നിവയാണ് ലക്ഷണങ്ങളായി കാണുന്നത്. അപ്പോൾ ശക്തിയായ വയറുകടി, രക്തം കലർന്ന വയറിളക്കം, ഭാരം കുറയുക, തളർച്ച, വയറുവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. അമീബയ്ക്ക് നമ്മുടെ കുടലിൻ്റെ ഭിത്തി തുളച്ചു കയറി രക്തക്കുഴലിലേക്ക് കടക്കാനാകും. ഇതുമൂലം കുടലിൻ്റെ ഭിത്തിയിൽ വ്രണങ്ങളും കുടൽ സംബന്ധമായ പ്രയാസങ്ങളും ഉണ്ടാകും.
അവിടെ നിന്നും ഈ സൂക്ഷ്മജീവിക്ക് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളിൽ എത്താനാവും. അങ്ങനെ കരൾ, ശ്വാസകോശങ്ങൾ, തലച്ചോറ്, പ്ലീഹ തുടങ്ങിയ അവയവങ്ങളിലും ഇവ എത്തിച്ചേരുന്നു. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഇത്തരം സഞ്ചാരഫലമായി കരളിൽ പഴുപ്പ് നിറഞ്ഞ കുരു ഉണ്ടാകാനിടയുണ്ട്. ഈ സ്ഥിതി ശരിയായ വിധം ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ സ്ഥിതിവിശേഷമായി മാറാൻ ഇടയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ഈ എൻഡമീബ ഹിസ്റ്റോളിക്ക നമ്മുടെ ശരീരത്തിലേക്ക് കയറി ഓരോ അവയവങ്ങളിലേക്കും ചെന്ന് മാരകമായ അസുഖങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എൻഡമീബ ഹിസ്റ്റോളിക്ക ഫലമായിട്ട് ഉണ്ടാകുന്ന അസുഖം എന്താണ്? അമീബിയാസിസ്. ആ രോഗത്തിൻ്റെ മരുന്ന്, ആൻറ്റിബയോട്ടിക് മരുന്ന് ഏതാണെന്ന് നോക്കാം. എറിത്രോമൈസിൻ, ടെറാമൈസിൻ, ഓറിയോമൈസിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ ഈ രോഗത്തിന് ഫലപ്രദമാണ്. ഇത് PSCയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എറിത്രോമൈസിൻ, ടെറാമൈസിൻ, ഓറിയോമൈസിൻ തുടങ്ങിയവയാണ് ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ. ഇതിൻ്റെ മോർഫോളജി നോക്കാം. വലിപ്പം 10 മുതൽ 60 മൈക്രോൺസ് വരെയാണ് സാധാരണ വലിപ്പം. പിന്നെ 15 മുതൽ 20 മൈക്രോൺസ് വരെയും കാണപ്പെടുന്നു. ആകൃതി അമീബോയിഡാണ്. ഉണ്ടോ? ഇതാണ് ആകൃതി. ഈ ആകൃതിയാണ്. ഉണ്ടോ? അമീബോയിഡ് ആകൃതിയാണത്. ന്യൂക്ലിയസ് ഒറ്റ ന്യൂക്ലിയസ് ആണുള്ളത്. ഇല്ലേ? ന്യൂക്ലിയസ് കണ്ടോ? ഇതാണ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം, ഫുഡ് വാക്യൂൾ അടങ്ങിയ ക്ലിയർ എക്ടോപ്ലാസം. ഫുഡ് വാക്യൂളുകൾ അടങ്ങിയ കണ്ടോ? ഇതാണ് സൈറ്റോപ്ലാസം. ഇത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഫുഡ് വാക്യൂളുകളാണ്. ഇതെല്ലാം ഫുഡ് വാക്യൂളുകളാണ്. ഇതൊക്കെ ഫുഡ് വാക്യൂൾ. ഗ്രാനുലർ എൻഡോപ്ലാസം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഗ്രാനുലർ എൻഡോപ്ലാസം, ഫുഡ് വാക്യൂൾ, ക്ലിയർ എക്ടോപ്ലാസം എന്ന് രണ്ടായിട്ട് സൈറ്റോപ്ലാസത്തെ തിരിച്ചിരിക്കുന്നു. ക്ലിയർ എക്ടോപ്ലാസം ഉണ്ട്, ഗ്രാനുലർ എൻഡോപ്ലാസം. ചലനശേഷി സ്യൂഡോപോഡിയ വഴിയാണ്. സ്യൂഡോപോഡിയ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ് ഫുട്ട്, കപടപാദങ്ങൾ എന്ന് പറയും. സ്യൂഡോപോഡ്സ് ഉണ്ടോ? ഇതാണ് സ്യൂഡോപോഡിയ. ഇതുവഴിയാണ് ചലിക്കുന്നത്. ഇത്രയുള്ള ഇതിൻ്റെ മോർഫോളജി. ഇതിൻ്റെ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തി ശുചിത്വം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുക. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും നന്നായിട്ട് കൈ കഴുകുക. തിളപ്പിച്ചതോ അരിച്ചെടുത്തതോ ആയ വെള്ളം കുടിക്കുക. തടാകങ്ങളിൽ നിന്നോ നദികളിൽ നിന്നോ മലിനമാകാൻ സാധ്യതയുള്ള ഉറവിടങ്ങളിൽ നിന്നോ ശുദ്ധീകരിക്കാത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷ്യസുരക്ഷ. പച്ചക്കറികളും പഴങ്ങളും ശരിയായി കഴുകുകയും പാചകം ചെയ്യുകയും ചെയ്യുക. വൃത്തിയുള്ള ശൗചാലയങ്ങളുടെ ഉപയോഗവും മനുഷ്യവിസർജ്യം ശരിയായ രീതിയിൽ സംസ്കരിക്കലും ഗാർഹിക പരിസരങ്ങൾ പതിവായി വൃത്തിയാക്കലും അണുവിമുക്തമാക്കലും എല്ലാം ഈ പ്രതിരോധ നടപടികളിൽ പെടും. അപ്പോൾ ഇതോടെ പ്രോട്ടോസോവൻസിൽ ഉള്ള എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസിൽ അടങ്ങിയിട്ടുള്ള അത്രയും കാര്യങ്ങൾ തീർന്നു. ഇനി അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.